ഇതൊരു യാത്രയാണ്, ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. ദൈവത്തെ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. അവന്റെ പ്രത്യാശ ദൈവത്തിലാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. ഈ വിശുദ്ധ ദേവാലയവും ആറ്റുതീരത്ത് നട്ട മരം പോലെ നീണ്ടൂരിന്റെ പുണ്യഭൂമിയിൽ ശതോത്തര സുവർണ ജൂബിലിയും പിന്നിട്ട് മുന്നോട്ട് യാത്ര തുടരുമ്പോൾ ജ്ഞാനായ കത്തോലിക്ക സഭാ സമൂഹത്തിൻ്റെ അസൂയാവഹമായ വളർച്ചയും ഉയർച്ചയുമാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവരാകണം വിശ്വാസ പരിശീലകർ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. ക്രൈസ്തവ വ്യക്തിത്വവും മാതൃകാപരമായ ജീവിതശൈലിയും കുട്ടികൾ സ്വന്തമാക്കാനുള്ള മികവ് പകർന്നു നൽകുന്ന ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതകളെയും നമുക്ക് തിരിച്ചറിയാം. നീണ്ടൂർ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിലെ കുട്ടികളും അധ്യാപകരും ദേവാലയത്തിനകത്ത് ഇവിടുത്തെ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. പ്രതിജ്ഞ ചൊല്ലുവാനായിട്ട് എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബെന്നറ്റാണ്. നമുക്ക് പ്രതിജ്ഞ കാണാം. ദൈവം എൻ്റെ പിതാവാണ്, പുത്രനായ മിശിഹ എൻ്റെ സംരക്ഷകനും നാഥനുമാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുകയും എന്നെ നയിക്കുകയും ചെയ്യുന്നു. എനിക്കുള്ളതെല്ലാം ദൈവം നൽകിയിട്ടുള്ള ദാനങ്ങളാണ്. നന്ദിയോടെ ഞാനെന്നും അങ്ങേ സ്തുതിക്കും. എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സഭയിലെ അധികാരികളെയും ഞാൻ സ്നേഹിച്ചാതിരിക്കും. മറ്റ് ദേവാലയങ്ങളിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം നീണ്ടൂർ ദേവാലയത്തിലുണ്ട്. അതൊരു എക്സർസൈസാണ്. അത് ചെയ്യാനായിട്ട് ഒരാളെൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അവൻ്റെ പേരെന്ന് പറഞ്ഞേ. ടിനോ ആ എക്സർസൈസ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കും. നമുക്ക് നോക്കാം. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാകും. മത്തായി 5:5. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ലൂക്ക 7:50. നീണ്ടൂർ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് മതബോധനത്തിൻ്റെ
എച്ച് എം ആയിട്ടുള്ള AC ലൂക്കോ സാറ് എൻ്റെ കൂടെയുണ്ട്. സാറിൻ്റെ വാക്കുകളിൽ നിന്ന് ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെ നമുക്ക് തിരിച്ചറിയാം. ഈ വർഷം നീണ്ടൂര് ഇടവകയിൽ 259 കുട്ടികൾ 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലായി വിശ്വാസ പരിശീലനം നടത്തുന്നു. 18 അധ്യാപകർ അവർക്ക് വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ഇവിടെ കുട്ടികൾ രാവിലെ 9:30 ദേവാലയത്തിലെത്തി സപ്രാ പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങി ദിവ്യബലിയിൽ പങ്കെടുക്കുകയും തുടർന്ന് അവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ അവർക്കായി നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ക്രമമായി ചെയ്യുകയും ചെയ്യുന്നു. ഓരോ ദേവാലയത്തിലെയും വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് മതബോധന വിഭാഗത്തിലും സ്കൂൾ തലത്തിലും ദേവാലയത്തിലും കുടുംബത്തിലുമൊക്കെ ഏറ്റവും നന്നായി ഇടപെടുന്ന ഒരു കുട്ടിയെ ഗുഡ്നസ് സ്റ്റാറായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ട്. നിങ്ങളുടെ ദേവാലയത്തിലും അങ്ങനെ ഒരു ഗുഡ്നസ് സ്റ്റാർ ഉണ്ട്. അതാരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഹെഡ് മാസ്റ്ററുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. എനിക്കറിയാം സാറിന് അത് അറിയാം അല്ലേ? ടിനോ ചാക്കോയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ടിനോ ചാക്കോ എന്നാണ് പറയുന്നത്. ടിനോ ഇവിടെ ഉണ്ടോ? ഒന്ന് കൈ ഉയർത്താമോ? ടിനോ അവിടെ കൈ ഉയർത്തുന്നുണ്ട്. ടിനോ കടന്നു വരും. നല്ലൊരു കൈയടി കൊടുത്ത ടിനോന്. ടിനോ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ടിനോയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അതൊന്ന് പറഞ്ഞേ. എൻ്റെ അച്ഛൻ്റെ പേര് MD ചാക്കോ, റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. എൻ്റെ അമ്മ ത്രേസ്യാമ്മ, റിട്ടയർഡ് ടീച്ചറാണ്. എനിക്ക് സഹോദരങ്ങളില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു SFS സ്കൂളിൽ. വളരെ മിടുക്കനായ ഒരു കൂട്ടുകാരനാണ് നിങ്ങൾക്ക് ഈ ദേവാലയത്തിന് മുതൽക്കൂട്ടായി തന്നെ കിട്ടിയിട്ടുള്ളത്. ഇത്രയും നല്ലൊരു കൂട്ടുകാരനെ നിങ്ങൾക്ക് തന്നതിന് ആ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിലെ അധ്യാപകർക്ക്, ഇടവക വികാരിക്ക് ഒക്കെ ചേർന്ന് ഒരു നല്ല കയ്യടി കൊടുക്കണ്ടേ? ദേവാലയങ്ങളിലൂടെ ഈ പരിപാടിയിൽ ഗുഡ്നസ് സ്റ്റാറായി തിരഞ്ഞെടുത്ത ടിനോയ്ക്ക് ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിന്റെ ബഹുമാനപ്പെട്ട വികാരി സിറിയക് മറ്റത്തിലച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ മദ്ബഹയുടെ മുൻപിലേക്ക് സ്വാഗതം ചെയ്യും. ഇടവകയുടെ പ്രിയപ്പെട്ട വികാരി സിറിയക് മറ്റത്തിലച്ഛൻ നമ്മുടെ മധ്യയിലേക്ക് കടന്നു വരുന്നു. നല്ലൊരു കയ്യടി നമുക്ക് അച്ഛന് നൽകാം. ആത്മീയമായി ഇടവകയെ ഒരുപാട് ഉന്നതിയിലേക്ക് നയിക്കുന്ന പ്രിയപ്പെട്ട വികാരി അച്ഛൻ എത്തിക്കഴിഞ്ഞു. കുടുംബം വിശുദ്ധം എന്ന പുസ്തകവും ഉണ്ണീശോയുടെ ഒരു ഫോട്ടോ സ്റ്റാൻഡുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനത് ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ ടിനോയ്ക്ക് അടുത്തത് വിശുദ്ധനെ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധനെ പരിചയപ്പെടുത്തുവാൻ എത്തിയിരിക്കുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടിൻഡു ആണ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പരോപകാര പ്രസ്ഥാനങ്ങളുടെയും ഫ്രാൻസിസ്കൻ 3ാം സഭയുടെയും മധ്യസ്ഥയായ ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയാണ്. പ്രിയ സഹോദരരെ, വിശുദ്ധ എലിസബത്തിനെ പോലെ നമുക്കും ഹൃദയത്തിൽ ലോകത്തിന് സ്ഥാനം നൽകാതെ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കാം. ദരിദ്രരെ ഒരു ദാസിയെ പോലെ ശുശ്രൂഷിച്ച ഈ യുവരാജ്ഞിയുടെ വിനീത സേവനം നമുക്കും ഉത്തേജകമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. അടുത്തത് സഭാവാർത്തയാണ്. സഭാവാർത്ത വായിക്കുന്നത് എൽസയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്ക് സഭാവാർത്ത കേൾക്കാം. വാർത്തകൾ വിശദമായി. വിശുദ്ധ നിരയിലേക്ക് 7 പേർ. കത്തോലിക്ക സഭയെ നവീകരണത്തിന്റെ പാതയിലേക്ക് ആനയിച്ച പോൾ 6 മാർപ്പാപ്പായും
മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചതിന്റെ പേരിൽ വിശുദ്ധ കുർബാന മധ്യേ രക്തസാക്ഷിയായ സാൽവദോർ ആർച്ച് ബിഷപ്പ് റൊമേറോയും അടക്കം 7 പേർ വിശുദ്ധ നിരയിലേക്ക്. വിജയകരമായ വിവാഹ ജീവിതത്തിന് ദൈവകൃപ അനിവാര്യം. വത്തിക്കാൻ സിറ്റി. വിജയകരമായ വിവാഹ ജീവിതത്തിന് ദൈവകൃപ അനിവാര്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജീവിതകാലം മുഴുവൻ ദമ്പതികളെ പരസ്പരം വിശ്വസ്തയോടെ ജീവിക്കുവാൻ സഹായിക്കുന്നത് ദൈവകൃപയാണെന്ന് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. അടുത്തത് കുട്ടികളോടുള്ള എൻ്റെ ചോദ്യമാണ്. റെഡിയാണോ? റെഡിയാണോ? ചോദിക്കട്ടെ. എൻ്റെ ചോദ്യം മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ്. മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അവിടെ ഒരാൾ കൈ ഉയർത്തുന്നുണ്ട്. എഴുന്നേറ്റ് വന്നേ. എഴുന്നേറ്റ് നടുവിലൂടെ ഉത്തരം ശരിയോ തെറ്റോ ആവട്ടെ, നല്ലൊരു കൈയടി കൊടുത്തേ. ഇവിടെ എൻ്റെ അടുത്ത് ഒരാള് എത്തിയിട്ടുണ്ട്. പേര് നമുക്കൊന്നറിയാം. അക്സ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10ലാണ് പഠിക്കുന്നത്. 10ൽ പഠിക്കുന്ന അക്സയാണ് എൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. മിഖായേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താണ്? ദൈവത്തിന് സമനായ ആരുണ്ട്? ആ ഉത്തരം ശരിയാവോ? ആ ഉത്തരം ശരിയാണോ? ശരിയാണെങ്കിൽ പിന്നെ നോക്കിയിരിക്കണം. എന്തിനാണ്? നല്ലൊരു കയ്യടി കൊടുത്തേ. അക്സയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സിറിയക് മറ്റത്തിലച്ഛനെ മദ്ബഹയുടെ മുമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കും. കുടുംബം വിശുദ്ധം എന്ന പുസ്തകവും ഉണ്ണീശോയുടെ ഫോട്ടോ സ്റ്റാൻഡുമാണ് എൻ്റെ കയ്യിലുള്ളത്. വികാരി അച്ഛൻ അക്സയ്ക്ക്. കുട്ടികളോടുള്ള എൻ്റെ ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്ക് ലഭിച്ചു. അടുത്തത് ഒരു ചോദ്യവും ഒരു ഉത്തരവും ബാക്കി. അത് മതബോധന അധ്യാപകർക്കുള്ളതാണ്. അവരുടെ ഉത്തരം എന്തായിരിക്കും നമുക്ക് നോക്കാം. നീണ്ടൂർ ദേവാലയത്തിലെ മതബോധന അധ്യാപകരെല്ലാവരും എൻ്റെ കൂടെയുണ്ട്. നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കാം. നമ്മുടെ ദേവാലയത്തിൻ്റെ ഏറ്റവും മുൻപിൽ അവിടെ ഗ്രൗണ്ടിലായിട്ട് ഒരു ഗ്രോട്ടോയുണ്ട്, അല്ലേ? ഉണ്ടോ? ആ ഗ്രോട്ടോയുടെ അടുത്ത് എന്താണ് സ്ഥാപിച്ചിട്ടുള്ളത്? നവവൃന്ദം മാലാഖമാരാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതാണ് എൻ്റെ ചോദ്യം. നവവൃന്ദം മാലാഖമാർ ആരെല്ലാമാണ്? അവരുടെ പേരുകൾ എന്താണ് എന്ന് മാത്രമാണ് പറയേണ്ടത്. അത് തീർച്ചയായിട്ടും ഈ കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഉത്തരം അറിയാവുന്നയാള് കൈ ഉയർത്തിയാൽ ഞാൻ അങ്ങോട്ട് വരാം. ആരാണ്? ഇവിടെ ടീച്ചർ കൈ ഉയർത്തുന്നുണ്ട്. നമുക്ക് ആദ്യം ടീച്ചറുടെ പേര് ഒന്ന് ചോദിക്കാം. എന്താണ് എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം? ക്രോവേന്മാർ, ശ്രാപ്പേന്മാർ, ഭദ്രാസനന്മാർ, നാഥകൃത്യർ, ബലവാന്മാർ, അധികാരികൾ, മുഖ്യദൂതന്മാർ, ദൈവദൂതന്മാർ. ഉത്തരം രാജിത. ഈ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണെന്നാണ് ഇവർ പറയുന്നത്. ക്രോവേന്മാർ, ശ്രാപ്പേന്മാർ, ഭദ്രാസനന്മാർ, അധികാരികൾ, താത്വകന്മാർ, ബലവാന്മാർ, പ്രാഥമികന്മാർ, മുഖ്യദൂതന്മാർ, ദൈവദൂതന്മാർ, നവവൃന്ദം മാലാഖമാർ. വളരെ കൃത്യമായ ഉത്തരമാണ് ടീച്ചർ പറഞ്ഞത്. നല്ല ഒരു കയ്യടി കൊടുത്തേ. ടീച്ചർക്കുള്ള സമ്മാനം ഞാൻ കൈമാറുകയാണ്. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന്റെ ജീവചരിത്രവും ഉണ്ണീശോയുടെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡുമാണ്
ടീച്ചർക്ക് സമ്മാനമായി നൽകുന്നത്. നമുക്ക് നല്ലൊരു കയ്യടി കൂടി കൊടുക്കാം. ഭക്തസംഘടനകളുടെ വലിയൊരു നിരയും ഇവിടെ പ്രവർത്തിക്കുന്നു. അവരെയും പരിചയപ്പെടാം. സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനായിട്ട് എൻ്റെ കൂടെയുള്ളത് KCWA അംഗങ്ങളാണ്. കനാനായ കാത്തലിക് വിമൻസ് അസോസിയേഷനാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഞങ്ങളുടെ ഈ ഇടവകയിലെ ഈ സംഘടനയിൽ 96 അംഗങ്ങൾ അടങ്ങിയതാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭാമൂല്യങ്ങൾ അടങ്ങിയ സമൂഹ സമിതിയാണ്. ഇതിനെ മെയിനായി ഉദ്ദേശിക്കുന്നത് എല്ലാ ജ്ഞാനായ സമുദായത്തിൻ്റെയും സ്ത്രീകളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികപരവും കലാപരവുമായ പ്രവർത്തികളെ വികസിപ്പിക്കുക എന്നതാണ്. ഓരോ മാസത്തിലെയും 3-ാം ഞായറാഴ്ച ഞങ്ങൾ ഈ യൂണിറ്റിൻ്റെ യോഗം ചേരുകയും അതിൽ ചർച്ചകൾ നടത്തുകയും ചെയ്യാറുണ്ട്. KCWA പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ദേവാലയങ്ങളുടെ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും വളരെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. നീണ്ടൂർ ദേവാലയത്തിലെ പാരിഷ് കൗൺസിലിൻ്റെ അംഗങ്ങൾക്കും ദേവാലയങ്ങളുടെ പ്രേക്ഷകരോട് പറയാൻ 2 വാക്കുണ്ട്. അതെന്താണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. നീണ്ടൂർ ഇടവകയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും എല്ലാ മാസങ്ങളും മീറ്റിംഗ് കൂടുകയും വികാരിയെ സഹായിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ബോഡിയാണ് ഈ പാരിഷ് കൗൺസിൽ ബോഡി. ഇടവകയുടെ നാനാവിധമായ പ്രവർത്തനങ്ങളിൽ വികാരിയോടും ഒത്ത് പ്രവർത്തിക്കുന്നതാണ് ഈ പാരിഷ് കൗൺസിലിൻ്റെ പ്രധാന കർത്തവ്യം. ദേവാലയങ്ങളുടെ പ്രേക്ഷകരുടെ പേരിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാശംസകൾ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ലീജൻ ഓഫ് മേരിയുടെ അംഗങ്ങൾക്കും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുവാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. നീണ്ടൂർ ഇടവകയിൽ 1951 ഈ സംഘടന രൂപീകരിച്ചത്. അന്ന് പ്രായാധിക്യമുള്ള അമ്മച്ചിമാർ മാത്രമായിരുന്നു ഈ സംഘടനയിൽ അംഗങ്ങളായിരുന്നത്. കുറച്ചു കാലത്തെ സമരത്തിന് ശേഷം സംഘടന നിന്നുപോയിരുന്നു. വീണ്ടും പൂർവാധികം ഭംഗിയായി 2008 സംഘടന സ്ഥാപിതമായി. ഇപ്പോൾ ഈ പള്ളിക്ക് ലീജൻ ഓഫ് മേരിയുടെ 2 യൂണിറ്റുകളുണ്ട്. ഒന്ന് പ്രാവട്ടം വിജയനാഥ യൂണിറ്റ്, ഒന്ന് നീണ്ടൂർ പള്ളി യൂണിറ്റ്. ഇടവകയ്ക്കും സമൂഹത്തിനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇവിടുത്തെ ലീജൻ ഓഫ് മേരിക്ക് കഴിയട്ടെ. ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വഴിത്താരകളെ കൂടുതൽ ധന്യമാക്കട്ടെ എന്ന് ദേവാലയങ്ങളിലൂടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നിർധനരെയും നിസ്സഹായരെയും സഹായിക്കുന്ന വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഇവർ തയ്യാറായി നിൽക്കുകയാണ്. ഇവരിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം ഇവിടുത്തെ പ്രവർത്തനങ്ങളെ. ഈ ഇടവകയിലുള്ള നാനാജാതി മത്സരായ രോഗികളെ വീട് ഭവനത്തിൽ ചെന്ന് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു പോരുന്നു. ഈ സംഘടനയിൽ 8 ദത്ത് കുടുംബങ്ങളും ഒരു ദത്ത് വിദ്യാർത്ഥിയുമുണ്ട്. എല്ലാ മാസവും ദത്ത് കുടുംബങ്ങൾക്ക് ധനസഹായം ചെയ്തു വരുന്നു. ഇതിൻ്റെ പൈസ കണ്ടെത്തുന്നത് അംഗങ്ങളിൽ നിന്നുള്ള മുഖ്യമായ രഹസ്യ പിരിവ് വഴിയാണ് ഈ തുക കണ്ടെത്തുന്നത്. ഇടവകയ്ക്കും സമൂഹത്തിനും മാത്രമല്ല പ്രദേശത്തെ നാനാജാതി ആളുകൾക്കും സഹായം എത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം നിങ്ങളെ കൂടുതൽ ഊർജത്തോടെ വഴിതെളിക്കട്ടെ. ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനാശംസകൾ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. തീഷ്ണമായ പ്രാർത്ഥനാനുഭവത്തിൽ ഇടവകയെ മുന്നോട്ട് നയിക്കുവാൻ കൂടുതൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. അവർക്കും ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഈ കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെട്ടതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാ രോഗികൾക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ മുട്ടയും പുഴുങ്ങി ഏത്തപ്പഴവുമായിട്ട് ഡ്രസ്സും മറ്റ് സാമ്പത്തികമായ സഹായങ്ങളും പ്രാർത്ഥനയും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വികാരിയച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട് ഞങ്ങളെ സഹായിക്കുവാനായിട്ട്. നല്ലവരായ ദൈവജനത്തിൻ്റെ സഹായവും സമ്പത്തും ഇതിന് ഒത്തിരിയേറെ പ്രചോദനം ചെയ്യുന്നു. എല്ലാ അനുദിന ശുശ്രൂഷകളും ഇതിന് നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഞങ്ങളുടെ കൂടെയുള്ള സിസ്റ്റേഴ്സിനും സഹപ്രവർത്തകർക്കും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ നന്ദി പറയുന്നു. കൂടുതൽ പ്രാർത്ഥനയുടെ നിറവിൽ ഇടവക സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിന് കഴിയട്ടെ. ദേവാലയങ്ങളുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനാശംസകൾ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നാമധേയത്തിലുള്ളതാണ് ഈ ദേവാലയം.
അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ ദേവാലയത്തിലെ മൈക്കിൾ എന്നു പേരുള്ള ആളുകളാണ്. കുറേ അധികം ആളുകളുണ്ട്, പക്ഷേ ഇന്ന് ദേവാലയത്തിൽ വളരെ കുറച്ചുപേരാണ് വന്നിട്ടുള്ളത്. ഏതായാലും വന്നവർക്ക് 2 വാക്ക് നമ്മോട് പറയാനുണ്ട്, അത് നമുക്ക് കേൾക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള ആദരവും ഭക്തിയും നീണ്ടൂർ നിവാസികൾക്ക് ഏറെയാണ്. അതിൻ്റെ ഫലമായി 100-ലധികം മൈക്കിൾ നാമധാരികൾ സ്വദേശത്തും വിദേശത്തുമായി ഈ ഇടവകയിൽ ഉണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം ഈ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. കൂടാതെ ഈ കൂട്ടായ്മയിലുള്ളവർക്ക് പരസ്പരം താങ്ങായും തണലായും പ്രാർത്ഥനയായും സാമ്പത്തികമായും സഹായങ്ങൾ ചെയ്തു വരുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കട്ടെ. എല്ലാ പ്രാർത്ഥനാശംസകളും വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. കപ്ലോൻ വികാരി സിറിയക് മറ്റത്തിലച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഈ ദർശന സമൂഹത്തിന് ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരോട് പറയാൻ 2 വാക്കുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇതിലെ അംഗങ്ങൾ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളുമുണ്ട്. നിലവിൽ 702 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ കപ്ലോൻ ഇടവക വികാരിയും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, സ്ഥാനക്കാർ എന്നിവരടങ്ങുന്നതുമാകുന്നു. ഇതിൻ്റെ സ്ഥാനവസ്ത്രമായ വെള്ള പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതും ചുമപ്പ് സഭയിലെ രക്തസാക്ഷികളെ അനുസ്മരിപ്പിക്കുന്നതുമാകുന്നു. ലക്ഷ്യം ഇടവകയിലെ പ്രധാന തിരുനാളിന് ക്രമമായും ചിട്ടയായും ഭക്തിപൂർവം നടത്തുവാൻ സഹായിക്കുക. സംഘടനയിലെ അംഗങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ മൃതസംസ്കാര ചടങ്ങിൽ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് കഴിവതും ആൾക്കാർ പങ്കെടുക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുക. തിരുനാൾ ആഘോഷങ്ങൾക്ക് മാത്രമല്ല, ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് കൂടുതൽ ആത്മീയ കരുത്തോടെ ഇടവകയെ നയിക്കുവാനായിട്ട് വികാരിയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. മിഖായേൽ മാലാഖയുടെ സംരക്ഷണവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനാശംസകൾ വളരെ സ്നേഹത്തോടെ. KCC കനാനായ കാത്തലിക് കോൺഗ്രസിന്റെ അംഗങ്ങൾക്കും ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഏതാണ്ട് 80 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മണ്ണിൽ, കൈപ്പയുടെ മണ്ണിൽ രൂപം കൊണ്ട ക്നാനായ മഹാജന സഭ എന്ന സംഘടനയാണ് ഇപ്പോൾ KCC ആയി മാറിയിരിക്കുന്നത്. ക്നാനായ കാത്തലിക് കോൺഗ്രസ് ആണ് ഇതിൻ്റെ പേര്. ആദ്യം ഇതൊരു മാതൃസംഘടനയായിരുന്നു ക്നാനായ മഹാജനസഭ. അതിൽ നിന്നും പിന്നീട് വനിതകൾ KCW എന്ന സംഘടനയുണ്ടായി. അതിനുശേഷം KCY ഉണ്ടായി, ക്നാനായ കാത്തലിക് യൂത്ത് ലീഗ്. KCC ഈ യൂണിറ്റിൽ എല്ലാ 3-ാം ഞായറാഴ്ചയും കുർബാനയുടെ ശേഷം മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ മീറ്റിങ്ങുകൾ കൂടുകയും അതാത് കാലങ്ങളിൽ ഉള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒരു ഭക്തസംഘടനയിൽ ഉപരി നമ്മുടെ ഈ നാടിൻ്റെ പ്രദേശത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ KCC സാധിക്കുന്നു. ഇടവകയുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് KCCയുടെ അംഗങ്ങൾക്ക് കഴിയട്ടെ. ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനാശംസകൾ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. നീണ്ടൂരിൻ്റെ യുവജന കരുത്താണ് എൻ്റെ കൂടെയുള്ളത്. ഈ യുവതിയുവാക്കൾക്ക് KCYL എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഏതായാലും ഇവരുടെ വാക്കുകളിൽ നിന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. KCYL ഇന്ന് 50ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സുവർണ ജൂബിലി കാലഘട്ടത്തിൽ KCYLന്റെ പ്രവർത്തനങ്ങൾ എന്നുവെച്ചാൽ വളരെയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. സഭാവിശ്വാസത്തിൽ അടിയുറച്ച് ക്നാനായ സമുദായ സംരക്ഷണം ഊന്നിപ്പിടിച്ചുകൊണ്ട് സഭയെയും സമുദായത്തെയും അതിലൂടെ സമൂഹത്തെയും വളർത്തെടുക്കുക എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ഒരു സംഘടന മുന്നേറുന്നത്. വൈവിധ്യങ്ങളാവുന്ന പ്രവർത്തനങ്ങളിലൂടെ KCYL നാടിനും നാട്ടുകാർക്കും വളരെയധികം ഉപകാരപ്രദമായ പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവകയിലെയും സമൂഹത്തിലെയും പ്രദേശങ്ങളിലെയും യുവതി യുവാക്കൾക്ക് മാതൃകയാകുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാവട്ടെ. ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളെ കൂടുതൽ ധന്യമാക്കുകയും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പ്രവർത്തിക്കുവാൻ കഴിയുകയും ചെയ്യട്ടെ. ദേവാലയങ്ങളുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനാശംസകൾ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അൾത്താരയുടെ മുൻപിൽ, മദ്ബഹയുടെ മുൻപിൽ ഇവർ എന്നോട് കൂടെ നിൽക്കുമ്പോൾ ഇവരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഈ അൾത്താര ബാലസംഘത്തിനും ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരോട് പറയാൻ 2 വാക്കുകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം.
നീണ്ടൂർ പള്ളിയിൽ അൾത്താര ബാലന്മാർ 13 പേരാണുള്ളത്. ഇതിലൂടെ പൊതുസമൂഹത്തിൽ നല്ല രീതിയിൽ പെരുമാറുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. തിരുനാൾ അവസരങ്ങളിലും മറ്റെല്ലാ പരിപാടികൾക്കും വളരെ കൃത്യമായി ഞങ്ങൾ ഇതിൽ പങ്കാളിത്തം അർഹിക്കുന്നു. ഇടവക വൈദികനോട് ചേർന്ന്, ഇടവക സമൂഹത്തോട് ചേർന്ന് അൾത്താരയിൽ ഈ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുമ്പോൾ ആത്മീയമായും ഭൗതികമായും ആത്മീയ നിറവിൽ വളരുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ദേവാലയങ്ങളിലൂടെ പരിപാടിയുടെ എല്ലാ പ്രാർത്ഥനാശംസകളും വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദേവാലയത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 പേരാണ് എൻ്റെ കൂടെയുള്ളത്. ഷാജി, തോമസ്, ജോസഫ് ഇവിടുത്തെ ട്രസ്റ്റിമാരാണ്. ദേവാലയത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റും 2 വാക്ക് ഇവരിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ ഇടവകയുടെ എല്ലാ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇടവക വികാരിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. ഇടവക വികാരിയോട് ചേർന്ന്, ഇടവക സമൂഹത്തോട് ചേർന്ന്, ഇടവകയ്ക്കും സമൂഹത്തിനുമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇനിയും കഴിയട്ടെ. ദേവാലയങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാശംസകൾ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അൾത്താരയുടെ മദ്ബഹയുടെ മുൻപിൽ ഇവരോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്നിലും നിറയുന്നത് ആത്മീയതയുടെ ഒരു നിറവാണ്. 65 വർഷമായി എബ്രഹാം ചേട്ടൻ ഈ അൾത്താരയിൽ വൈദികരോടൊത്ത് കപ്പേരായി ശുശ്രൂഷ ചെയ്യുകയാണ്. 7 വർഷമായി റജിയും കൂടെയുണ്ട്. ഇവരിൽ നിന്നും 2 വാക്ക് നമുക്ക് കേൾക്കാം. ഞാൻ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 65 കൊല്ലമായി. അന്ന് മുതൽ വന്ന വൈദികരോട് ഒത്തൊരുമിച്ച് എല്ലാം പറയുകയും എല്ലാം ചെയ്യുകയും ഇതുപോലെ വൃത്തിയായി എല്ലാം മനയായി നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബത്തിനും എനിക്കും മിഖായേൽ മാലാഖയുടെ ഒത്തിരി അനുഗ്രഹമുണ്ട്. അൾത്താരയിൽ മദ്ബഹയിൽ ഇടവക സമൂഹത്തോടും വൈദികരോടും ചേർന്ന് കൂടുതൽ ആത്മീയ നിറവോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥവും അനുഗ്രഹവും 2 പേരുടെയും കുടുംബങ്ങളെയും ധന്യമാക്കട്ടെ. പ്രാർത്ഥനാശംസകൾ. നാനായ കത്തോലിക്ക സഭയുടെ 150-ലധികം വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാലാകാലങ്ങളിൽ ഇടവകയുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്കായി നിസ്വാർത്ഥ സേവനം ചെയ്ത എല്ലാ വൈദിക ശ്രേഷ്ഠന്മാരെയും സന്യസ്തരെയും ഞാൻ മനസാ നമിക്കുന്നു. വിശുദ്ധ മിഖായേൽ റേസ് മാലാഖയുടെയും നവവൃന്ദം മാലാഖമാരുടെയും മാധ്യസ്ഥവും അനുഗ്രഹവും ഓരോ പ്രേക്ഷകനും ആശംസിച്ച് ഞാനും യാത്ര തുടരുന്നു അടുത്ത ദേവാലയത്തിലേക്ക്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. കാത്തിരിക്കുക. ദേവാലയം